ഡി സി മെഷീൻ്റെ ഓവറോളിംഗ്, ക്യാരി ഔട്ട് എന്നിവയാണ് നിങ്ങൾ ഇത്തവണ പരിചയപ്പെടാൻ പോകുന്നത്. ഏവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നു നോക്കാം. ഡി സി മെഷീനിൻ്റെ നെയിം പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വായിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് മെഷീനിൽ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, വൈൻഡിങ്സിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്ത് മെഷീൻ ഇൻസുലേഷനായി ടെസ്റ്റ് ചെയ്യുന്നത്, ഡി സി മെഷീൻ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാം, ബെയറിങ്സ് എങ്ങനെ റിമൂവ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ഡി സി മെഷീൻ്റെ ഭാഗങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്യാം, കമ്മ്യൂട്ടേറ്റർ എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാം, ആർമേച്ചർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ഡി സി മെഷീൻ എങ്ങനെ റീഅസംബിൾ ചെയ്യാം, ബ്രഷ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ബ്രഷസ് എങ്ങനെ ബെഡ് ചെയ്യാം, റോക്കർ ആം പൊസിഷൻ എങ്ങനെ കറക്റ്റ് ചെയ്യാം, കൂടാതെ പെർഫോമൻസ് നോ ലോഡിലും ലോഡിലും എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. 2 എൻഡ് പ്ലേറ്റ്സിലും യോക്കിലുമുള്ള പഞ്ച് മാർക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി പഞ്ച് മാർക്ക് ഇല്ലെങ്കിൽ എൻഡ് പ്ലേറ്റ്സിലും യോക്കിലും എങ്ങനെ പഞ്ച് മാർക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ബ്രഷ് ഹോൾഡർ മെക്കാനിസത്തിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങളും നോക്കാം. ലീഫ് സ്പ്രിംഗ്, ലിഫ്റ്റ്, കാർബൺ ബ്രഷ്, ബ്രഷ് ഹോൾഡർ, പിക് ടെയിൽ വയർ, ബ്രഷ് ടെർമിനൽ, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്, പിന്നെ ക്ലാമ്പ്. എൻഡ് പ്ലേറ്റിൽ റോക്കർ ആമിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കി മാർക്ക് ചെയ്യുക. അതിനുശേഷം പുള്ളി റിമൂവ് ചെയ്യുക. ഒരു പുള്ളി പുള്ളർ ഉപയോഗിച്ച് പുള്ളി നമ്മൾ റിമൂവ് ചെയ്യുക. പുള്ളി ടൈറ്റ് ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് കൃത്യമായി ടൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഗ്രീസ് കപ്പ് ഓപ്പൺ ചെയ്ത് ഗ്രീസ് കപ്പിൻ്റെ സ്റ്റഡ് റിമൂവ് ചെയ്യുക. ഇനി ആർമച്ചറിൻ്റെ റിമൂവലാണ്. 2 എൻഡ് പ്ലേറ്റിലെയും സ്റ്റഡ്സ് ലൂസൻ ചെയ്തതിന് ശേഷം ഷാഫ്റ്റ് സൈഡിൻ്റെ എൻഡ് പ്ലേറ്റ് റിമൂവ് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം മെഷീനിൻ്റെ ബോഡിയിൽ നിന്ന് ആർമച്ചർ മെല്ലെ പുറത്തേക്ക് എടുക്കുക. ഡി സി മെഷീൻ്റെ ഭാഗങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് അതിനുശേഷം ഭാഗങ്ങൾ ലേബൽ ചെയ്യുക. മോട്ടോർ കേസിംഗ്, പുള്ളി, ആർമച്ചർ, കമ്മ്യൂട്ടേറ്റർ, ബെയറിങ്സ്, കാർബൺ ബ്രഷ് ഹോൾഡർ, എൻഡ് കവർ, ഷാഫ്റ്റ്, ടെർമിനൽ ബോക്സ്, ഗ്രീസ് കപ്പ് സ്റ്റഡ്, കൂടാതെ ഗ്രീസ് കപ്പ്. അതിനുശേഷം ബെയറിങ്സ് ഇൻസ്പെക്ട് ചെയ്ത് ഡാമേജ് ഉണ്ടോ, സ്റ്റോളിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിക്കുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ബെയറിംഗ് റിമൂവ് ചെയ്യുക. ഒരു ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ച് ഷാഫ്റ്റിൽ നിന്ന് മെല്ലെ ബെയറിങ്സ് റിമൂവ് ചെയ്യുക. ബെയറിങ്സിൻ്റെ സ്റ്റോറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ബെയറിങ്സ് റിമൂവ് ചെയ്തതിന് ശേഷം അത് മണ്ണെണ്ണയോ പെട്രോളോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ബെയറിംഗ് ഗ്രീസ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അതിനെ റാപ്പ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനുശേഷം ഷാഫ്റ്റിൽ പുതിയ ബെയറിംഗ് ഫിക്സ് ചെയ്യുക. പുതിയ ബെയറിങ്സ് ആവശ്യം വരുന്നതുവരെ പാക്കേജിൽ തന്നെ കീപ്പ് ചെയ്യുക. പുതിയ ബെയറിംഗ് ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്ക് ബെഞ്ച് വളരെ നീറ്റായും കൃത്യമായും ഓർഗനൈസ് ചെയ്യുക. ഷാഫ്റ്റിലെ ബെയറിംഗ് ഫിക്സ് ചെയ്യാനായി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ബെയറിംഗ് ഹാമറിംഗ് ചെയ്യാനായി മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് ഉപയോഗിക്കുക. പിന്നീട് ഫർദർ ഇൻസേർഷനായി ബെയറിംഗിൻ്റെ ഇന്നർ റിങ്ങിലേക്ക് ഒരു മെറ്റൽ ട്യൂബ് ഉപയോഗിക്കുക. അതായത് മൈൽഡ് സ്റ്റീൽ ബുഷ് എന്ന് പറയും അതിനെ. പിന്നീട് യോക്കിൻ്റെ ഭാഗങ്ങൾ ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഒരു ബ്ലോവർ ഉപയോഗിച്ച് അതിലെ വായു ബ്ലോ ചെയ്ത് കളയുക. ഇനി ഒരു ഗ്രൗളർ മീറ്റർ ഉപയോഗിച്ച് നമുക്ക് 3 തരത്തിൽ ആർമച്ചർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൗണ്ട് ടെസ്റ്റ്, ഷോർട്ട് ടെസ്റ്റ് ആൻഡ് ഓപ്പൺ ടെസ്റ്റ്. ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ആർമച്ചർ ഗ്രൗളർ മീറ്ററിൽ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെലക്ടർ ടേൺ ചെയ്യുക. ഇപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റിൻ്റെ പവർ ഓണായി കാണാം. ഇനി ആർമച്ചർ കോറിൻ്റെ 1 ടെസ്റ്റ് പ്രോബിൽ ടച്ച് ചെയ്യുക. പിന്നെ ടെസ്റ്റ് പ്രോബ് കമ്മ്യൂട്ടേറ്ററിലേക്ക് ടച്ച് ചെയ്യുക. ഇപ്പോൾ ലാമ്പ് പ്രകാശിക്കുകയാണെങ്കിൽ ആർമച്ചർ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ഗ്രൗണ്ടഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ ആർമച്ചർ റീപ്ലേസ് ചെയ്യുക. ഷോർട്ട് ടെസ്റ്റ്. സെലക്ടർ സ്വിച്ച് നമ്മൾ ഷോർട്ട് പൊസിഷനിലേക്ക് ടേൺ ചെയ്യുക. ഗ്രൗളർ മീറ്ററിലുള്ള ആർമച്ചർ ഇൻസ്റ്റാൾ ചെയ്തത് ശ്രദ്ധിച്ച് അതിൻ്റെ പവർ ഓണാണോ നോക്കുക. പിന്നീട് ഒരു ഹാക്സോ ബ്ലേഡ് പാരലലായി വെച്ച് ആർമച്ചർ കോർ സെഗ്മെന്റിനെ മെല്ലെ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആർമച്ചർ മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. 1 അതിലധികമോ റെവല്യൂഷൻ ചെയ്യുക. ഹാക്സോ ബ്ലേഡ് ഇനി വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ആർമേച്ചർ ഷോർട്ടായിരിക്കുകയാണ്. എങ്കിൽ ആർമച്ചർ റീപ്ലേസ് ചെയ്യുക. ഓപ്പൺ ടെസ്റ്റ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. സെലക്ടർ സ്വിച്ച് ടേൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? വോൾട്സ് ഹൈയിലേക്ക് ടേൺ ചെയ്യുക. അതിനുശേഷം ആർമച്ചർ മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. ഓരോ കോയിലും പോൾ പീസസിൻ്റെ പൊസിഷനിൽ എത്തുന്ന സമയത്ത് കറസ്പോണ്ടിങ് കമ്മ്യൂട്ടേറ്റർ ബാർ നമ്മൾ ടച്ച് ചെയ്ത്, അതായത് ഒരു ടെസ്റ്റ് പ്രോബ് കൊണ്ട്, പിന്നീട് മറ്റേ ടെസ്റ്റ് പ്രോബ്
അഡ്ജസൻറ്റ് ബാറിലേക്ക് ടച്ച് ചെയ്യുന്നു, മീറ്റർ ഒബ്സർവ് ചെയ്യുക, സെലക്ടർ ടേൺ ചെയ്ത് എന്നിട്ട് വോൾട്ട്സ് ലോവിലേക്ക് ടേൺ ചെയ്യുക. ഇവിടെ മീറ്ററിൽ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ വൈൻഡിങ് ബ്രോക്കൺ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കോയിൽ ഓപ്പൺ ആയിരിക്കാം. കോയിൽ ഓക്കെ ആണെങ്കിൽ മീറ്റർ റീഡിങ്സ് പഴയതുപോലെ തന്നെ കാണപ്പെടും. കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുക. അടുത്തത് ഫസ്റ്റ് കോയിൽ ടെസ്റ്റ് അത് ഓക്കെ ആണെങ്കിൽ ഒരു ലോവർ മീറ്റർ റീഡിംഗ് ആണ് കാണപ്പെടുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? അത് തിരിയുന്നതിന് നമ്പർ ഇൻസഫീഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഒരു ഹയർ റീഡിംഗ് ആണ് അവിടെ കാണുന്നതെങ്കിൽ അതിൻ്റെ ടേൺസ് ഒരുപാടെണ്ണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ DC മെഷീൻസിൻ്റെ ഓവർ ഹൗളിങ്ങും അതിൻ്റെ ഭാഗങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് DC മെഷീൻ എങ്ങനെയാണ് റീഅസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മോട്ടറിൻ്റെ എൻ കവർ നമ്മളൊരു യോക്ക് വെച്ച് സ്ക്രൂ ചെയ്യുന്നു. അതിനുശേഷം മോട്ടറിൻ്റെ റോട്ടർ സ്റ്റേറ്ററിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് റോട്ടർ എക്സാക്ട് പൊസിഷനിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം മോട്ടറിൻ്റെ ഫ്രണ്ട് കവർ നമ്മൾ സ്ക്രൂ ചെയ്യുന്നു. DC മെഷീൻ നമ്മൾ റീഅസംബിൾ ചെയ്തതിന് ശേഷം DC മെഷീൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്യുക. അത് വെരിഫൈ ചെയ്തതിന് ശേഷം മോട്ടോർ വളരെ നിശബ്ദമായാണോ പ്രവർത്തിക്കുന്നത്, വൈബ്രേഷൻ ഫ്രീ ആയാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കി മെഷീൻ റീഅസംബിൾ ചെയ്യുക. മോട്ടറിൻ്റെ RPM എന്ന് പറയുന്നത് നമുക്ക് ഒരു ടാക്കോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കും. റീക്യാപ്പ്: ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് DC മെഷീൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഇലക്ട്രിക് മെഷീനിൽ എങ്ങനെ വിഷ്വൽ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും, ഒരു DC മെഷീൻ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ബെയറിങ്സ് ഇൻസ്റ്റോൾ ചെയ്യാം, റിമൂവ് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാം, എങ്ങനെ DC മെഷീൻ്റെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം, എങ്ങനെയാണ് ആർമേച്ചർ ടെസ്റ്റ് ചെയ്യുന്നത്, പിന്നീടത് ഇൻസ്പെക്ട് ചെയ്യുന്നത്, എങ്ങനെ DC മെഷീൻ റീഅസംബിൾ ചെയ്യാം. കൂടാതെ ബ്രഷ് ടെൻഷനും ബെഡിങ് ഓഫ് ബ്രഷസും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ റോക്ക് റാം പൊസിഷൻ കറക്റ്റ് ചെയ്യാം, കൂടാതെ ലോഡ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമുള്ള പെർഫോമൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ DC മെഷീൻ്റെ ഓവറോളിംഗ്, ക്യാരി ഔട്ട് എന്നിവയെപ്പറ്റി നന്നായി മനസ്സിലായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.